ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാ കിഴിക്കാത്തന്നെ കീഴിലേക്ക് പോവാം. മത്സരമുണ്ട്. എന്താണ് മത്സരിക്കാൻ? മത്സരമുണ്ട്. മുണ്ട എനിക്കതിൽ അഭിമാനമുണ്ട്. അത് തന്നെ. ഏത് പിടിക്കണം? മുണ്ടിൽ തന്നെ പിടിക്കാം. അല്ല വേണ്ട, മുണ്ട് പിടിക്കണ്ട. എന്തിലൊക്കെ കാണുന്നു? പറ. മാർക്കോയിൽ തന്നെ പിടിക്കാം. മാർക്കോ കിട്ടുന്നവർ വിജയിക്കട്ടെ. യെസ്, കാരണം അറിയാലോ, കത്തി നിൽക്കുന്ന സമയ ടൈല്. ഹെഡ് ഫസ്റ്റ് വൺ ഞാൻ എടുക്കുന്നു. ടോസൊക്കെ കിട്ടി ജയിച്ചു തുടങ്ങിയിട്ട് ഞാൻ, അല്ലെങ്കിൽ ടോസ് നിന്റെ ഭാഗത്തേ വരാറില്ല. ഇന്ന് ടോസ് കിട്ടി, ചെറുക്കൻ ജയിച്ചു. ടോസിലോ? അല്ലാതെ പിന്നെ കിഴിയിൽ നീ ജയിക്കുന്നു ഞാൻ എന്റെ വായിന്ന് അങ്ങനെ വരുമോ? അതല്ല, ഞാൻ അത്ഭുതപ്പെട്ട്. ഫസ്റ്റ് വൺ മാത്യു തോമസ്. നെക്സ്റ്റ് ആളുടെ 22ാമത്തെ സിനിമ. ഇന്ന് അതിൻ്റെ ടൈറ്റിൽ ടീസർ വരുന്നുണ്ട് 6 മണിക്ക്. സിനിമ സംവിധാനം ചെയ്യുന്നത് എന്താ അബ്ദുള്ള സലീമോ? നൗഫൽ അബ്ദുള്ള. അബു സലീമും മിക്സ് ആയി പോയി. അബു സലീം ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. നൗഫൽ അബ്ദുള്ളയാണ് ഇതിൻ്റെ ഡയറക്ഷൻ. സ്ക്രിപ്റ്റ് എടുക്കുന്നത് ജ്യോതിഷ്യം, പിന്നെ സുനു എ വി അവരാണ് സ്ക്രിപ്റ്റ്. എന്താണെങ്കിൽ സിനിമേന്റെ ടൈറ്റിലാണ് ഇന്ന് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. മാർക്കോ ഫസ്റ്റ് കാണും കിട്ടിയാൽ പിന്നെ കിഴി എടുക്കണ്ട കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് എടുക്കാൻ. നേരത്തെ പറഞ്ഞേക്കാം, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കാതെ തന്നെയാണ് പറയുന്നത് കേട്ടോ. കർത്താവേ, പിന്നെ ചേക്കണേ. മിസ്റ്റർ ഭാരത് നിരഞ്ജൻ റിട്ടേൺ ആൻഡ് ഡയറക്ഷൻ. ലോകേഷ് കനകരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. മാർക്കോന്റെ വൈബിൽ ഇരുന്നതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അതായത് ലോകേഷിന്റെ പടം എന്ന് പറഞ്ഞാൽ വയലൻസ് ആണല്ലോ. ആ പരിപാടി ടോട്ടലി മാറ്റിയിട്ട് ഒരു കോമഡി ട്രാക്കാണ്. തൂക്കിന് പകരം കോലുമുട്ടായിരുന്നു വയനാട്. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. താനാരാ സിനിമ OTT വരുന്നുണ്ട്. ഡിസംബർ 27-ാം തീയതി വരുന്നുണ്ട്. സിംപ്ലി സൗത്തിൽ. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, പിന്നെ ആരാടാ? ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, പിന്നെ എന്ത് ചാന്ദിനി, എന്തായിരുന്നു? അയ്യോ കിട്ടുന്നില്ലല്ലോ. പ്രധാന വേഷം ചെയ്തത്. അടുത്തത് UI സിനിമയുടെ വാർണിംഗ്. ഗംഭീര സാധനമായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചുപോയി. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡയറക്ടറാണ് ഞാൻ ആലോചിച്ചു. ഉപേന്ദ്ര വെറുതെ അല്ല കേട്ടോ. ഉപേന്ദ്രനെ എല്ലാരും പറഞ്ഞ ഭയങ്കരമായ ആള്. അവൻ ഭയങ്കരമായ ആള് സത്യമായിട്ട്. അതായത് ഇത്രയും ധൈര്യം ഒരാളിനും കണ്ടിട്ടില്ല. സത്യം. ഇതിൽ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ദ ഇന്റലിജന്റ് പീപ്പിൾ അപ്പിയർ ടു ബി ഫൂൾസ് പ്രിറ്റൻഡ് ടു ബി ഇന്റലിജന്റ് പീപ്പിൾ. ഇഫ് യു ആർ എ ഫൂൾ വാച്ച് ദ എൻറ്റയർ മൂവി. ഇത് സ്ക്രീനിൽ കാണിക്കുന്ന വാണിംഗ് ആണ് കേട്ടോ, തുടങ്ങുന്നതിന് മുൻപ്. അതെ. പിന്നെ ഇഫ് യു ആർ ഇന്റലിജന്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദ തിയേറ്റർ റൈറ്റ് നൗ. എങ്ങനെ ഈ രീതിയിലൊക്കെ ഒരു സാധനം കൊടുക്കാൻ പറ്റുക പറഞ്ഞാല് ഭയങ്കരം. സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവം എന്നല്ല, പുതിയ എന്തോ പരിപാടിയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇപ്പം ഇറങ്ങിപ്പോയിക്കോ. അതെ, ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ സിനിമ റിലീസും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ എണീറ്റ് പോകുന്നതിന്. ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയതുകൊണ്ട്. ഇന്റലിജന്റ് ആരാന്നറിയോ? നമ്മുടെ ഉപ്പിയാണ്. സത്യം. ഇത്രയും ദൂരം സഞ്ചരിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിനകത്ത് കയറി ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ആരെങ്കിലും ഇറങ്ങി പോവോ? കയറി നടന്നു തന്നെ. അതൊരു സത്യമാണല്ലോ അല്ലേ? ഞാൻ പൈസ മുടക്കിയല്ലോ അല്ലേ, അല്ലാണ്ടല്ലോ അല്ലേ? ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ഫൂളാണെന്ന്. അങ്ങനെ നീ സിനിമ കാണാം. അപ്പോൾ ആദ്യം തെളിയിക്കണം. ഓക്കെ, അടുത്ത കിഴി ദാവീദ്. എവിടെ മാർക്കോടെ? ദാവീദാണ് കിട്ടിയിരിക്കുന്നത്. ദാവീദ് സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ വിജയരാഘവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സോറി, റിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ആശാനാണ് ആളുടെ ക്യാരക്ടർ നെയിം. അപ്പോൾ കിടിലൻ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. മാർക്കോ അല്ല, മാർക്കോ കിട്ടട്ടെ. പ്രാർത്ഥനയാണേ. മാർക്കോ.
പണിയെടുക്കാതിരിക്കാനോ. നെക്സ്റ്റ് മൂവി മധു സി നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്നു. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടർ. സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ എടുത്തോ. മാർക്കോ കിട്ടാതിരിക്കാം. ഒറ്റക്കൊമ്പൻ മാർക്കോ അല്ലെങ്കിൽ എന്താടാ ഒറ്റക്കൊമ്പൻ ഉണ്ട്. ഒറ്റക്കൊമ്പൻ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ജയിക്കൂലല്ലോ. അത് ഭീകരമായിട്ടുള്ള ഏത് നീ എടുത്തോ സാറില്ല. പക്ഷെ സന്തോഷമുള്ള ന്യൂസാണ്. അതാണ് നമ്മുടെ സുരേഷ് ഗോപി നായകനാവുന്ന സിനിമയാണ്. ഒരുപാട് കാലമായിട്ട് അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഒറ്റക്കൊമ്പൻ. സിനിമ സംഭവിക്കാൻ പോകുന്നു. ഈ മാസം ഇതിൻ്റെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. 26-ാം തീയതി. അത് ഭയങ്കര ഹാപ്പി ന്യൂസ് ആയിരുന്നു കേട്ടോ സത്യത. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്ന സിനിമകളിലൊന്നാണ് ഒറ്റക്കൊമ്പൻ. അത് നടക്കുക. പിന്നെ അടുത്തത് MMMN സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂള്. നീ ഇങ്ങനെ തുറന്നു വരുമ്പോഴേ അമ്മ കണ്ടപ്പോഴേ എന്തെങ്കിലും ഇടി വെട്ടിയോ ത്രില്ല് കയറിയോ? മാർക്കാണെന്ന് കരുതിയോ നീ? മാർക്കോ ഇനി എത്ര കഴിഞ്ഞാലും അത് ഞാൻ തന്നെ എടുക്കേണ്ട കഴിയാ. ബ്ലഡി കോൺഫിഡൻസ് കാണുമ്പോഴാണ് എന്താണെങ്കിലും ബ്ലഡി കോൺഫിഡൻസ് ബ്ലീഡിങ്. സിനിമയുടെ ഷൂട്ട് അസർബൈജാനില് നാളെ തുടങ്ങുകയാണ്. മമ്മൂക്ക നാളെ ജോയിൻ ചെയ്യുന്നുണ്ട് അസർബൈജാനിൽ സെറ്റില്. ഭീകരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ കുട്ടനാട് ഷൂട്ട് നടക്കേണ്ട സാധനം എന്ന് പറഞ്ഞ അസർബൈജാൻ അല്ല, അങ്ങനെയല്ല. അതായത് നമ്മൾ പറയുന്ന ഇപ്പൊ എല്ലാ സിനിമയും ലൊക്കേഷൻ അസർബൈജാനാണ്. സത്യം. ഇപ്പൊ തമിഴ് ഒരുപാട് സിനിമ അസർബൈജാനിലാണ്. ഇപ്പൊ മലയാളികളും തുടങ്ങിയിട്ടുണ്ട് അസർബൈജാനിൽ. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കുട്ടനാട് ചെയ്യേണ്ട സിനിമയാണെങ്കിൽ പോലും അസർബൈജാൻ സാറില്ല, നമുക്ക് അസർബൈജാൻ ചെയ്യാമെന്ന്. നമുക്ക് മണൽ കൃഷി നടത്താം. നെൽകൃഷിക്ക് വരാം. മണലില് കൃഷിയിലെ അങ്ങനത്തെ അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് അസർബൈജാനിൽ ഇരിക്കുന്നത് ഇത്രയും? എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും കൂടുതലായിട്ട് ചെല്ലാതെ നല്ല സ്വാതന്ത്ര്യത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും സിനിമകളൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുന്ന എത്ര സിനിമകളാ തമിഴിൽ നിന്ന് തന്നെ പോയിട്ടുള്ളത്. ഒരു കൂട്ടിമുട്ടൂലേ? അല്ല, ശരിയാണ്. ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് ആൾക്കാരൊന്നുമില്ല, ശല്യമില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു സിനിമക്കാർ തമ്മിൽ ക്ലാഷാണ്. നിവർത്തിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അടുത്തത് ഏതാ? ഇത് വിടാമിറച്ചി. അപ്പൊ ഏതാ? MMN. അപ്പൊ അപ്പുറത്ത് എമ്പുരാനും ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. സത്യമായിട്ടും. ദളപതി 69 മാർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ദളപതി 69 സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ പൂജ ഹെഗ്ഡെ തന്നിട്ടുണ്ട്. നേരിട്ട് വന്ന് തന്നാണ്, പക്ഷേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴിയാണ്. അതായത് 2024 അവസാന ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ദളപതി 69. പുഷ്പ 2 അടിപൊളി സിനിമയുടെ തമിഴ് പതിപ്പ് ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെ ലീക്ക് ആയിട്ടുണ്ട്. ക്വാളിറ്റി കുറവൊന്നുമില്ല. എന്താണെങ്കിലും സിനിമ 1000 കോടി. അതല്ലേ ഇത് പറഞ്ഞില്ലേ ലീക്ക് ആയിട്ടുണ്ട്. സാധാരണ ലീക്ക് ആയിന്ന് കേട്ട് കഴിഞ്ഞാല് ആണോ ഒന്ന് കണ്ടു നോക്കാമെന്നിരുന്നു. ഇത് നന്നായി, ഓർമ്മിച്ച നന്നായി. ആ വഴിക്ക് പോകണ്ടല്ലോ, ലീക്ക് ആയിട്ടുണ്ട്, ആ വഴിക്ക് പോകണ്ട. ഇതൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് വേറെ സാധനം കൂടി ഉണ്ട്. എന്താണ്? സിനിമ 1000 കോടി ഇന്ത്യൻ നെറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. 1000 കോടി പൊളി. തകർക്കാൻ ഇനി ഒരു സാധനം കൂടി ഞാൻ തരട്ടെ. എന്താടാ? പുഷ്പേന്റെ കൂടെ തരാനുള്ള. കഴിഞ്ഞ ദിവസം രശ്മിക മന്ദാന ഒരു ഇന്റർവ്യൂവിൽ ഒരു പറഞ്ഞൊരു കാര്യം, ആൾക്ക് ഭയങ്കര സിനിമ നോളജ് ആണ്, അതുകൊണ്ട് പിന്നെ വിഷയമല്ല. നമ്മള് രശ്മികന്റെ ഒരു സാധനം ഇതേപോലെ നായികയാവുന്ന ആദ്യമായിട്ടാണ് ഒരു നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. വേറെ സംഭവം ഉണ്ടായിരുന്നു. അതായത് സാരി കൊടുത്തിട്ട് ഒരു നടനെ ഇതുപോലെ ഇങ്ങനത്തെ ഒന്ന് പുഷ്പിപ്പിച്ചതാണ്. പുഷ്പനെ പുഷ്പിപ്പിച്ചു, പക്ഷേ നോളജ് നമുക്ക് മനസ്സിലായി. ഈ ഒരു സാധനം ഇട്ട സമയത്ത് കുറെ കമന്റുകൾ കണ്ടതിനകത്ത് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത്രയും വിവരദോഷിയായിട്ടുള്ള ഒരു നടി ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത് ഇന്നലെ വീണ്ടും വന്ന് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അതൊന്ന് അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത് ഗില്ലി സിനിമ കണ്ടുവന്നു. ഗില്ലി സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് പോക്കിരി സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ഏത് രീതിയിലാണ് ഈ കണക്ഷൻ പോയെന്ന് ഞങ്ങളിരുന്ന് കുറച്ചു നേരം ചിന്തിച്ച്,
ഇതെന്തീ പറയുന്നത്? എടാ പുഷ്പയുടെ വൈഫല്ലേ, ശ്രീവല്ലിക്ക് അത്ര ബോധമല്ലേ ഉള്ളൂ. വള്ളി പൊട്ടിയ കേസ് വിട്. പിന്നല്ല, അടിപൊളി. എന്താണെങ്കിലും നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമോശം അല്ലെങ്കിൽ വിഡ്ഢിത്തരം പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ. അടുത്ത കിഴി ഞാൻ എടുത്തു. ബറോസ് സിനിമ ഡിസംബർ 25 റിലീസിനെത്തുകയാണ്. ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, ക്ലീൻ യു. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 34 മിനിറ്റ് 48 സെക്കൻഡും. ഓക്കെ. അയ്യോ, 2 കിഴി കൂടി ഉള്ളല്ലോ. ഇതിനകത്ത് മാർക്കോ ഇല്ലായിരുന്നു. ഞാൻ പണിയെടുക്കാതിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്കോ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്നെ കൊണ്ട് ഇത്ര നേരം കഷ്ടപ്പെടുത്തിയിട്ട്. അല്ല, അത് ഞാൻ അപ്പോഴും പറഞ്ഞില്ല, ബ്ലഡി കോൺഫിഡൻസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും മാർക്കോ സിനിമേന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരള എസ്റ്റിമേറ്റ് ആണ് കേട്ടോ, ഒഫീഷ്യലി വന്നിട്ടില്ല. 4.5 CR കൂടുള്ളൂ ചിലപ്പോൾ. പിന്നെ വേൾഡ് വൈഡ് ഒക്കെ വരാനുണ്ട്, കൂടാൻ തന്നെ ചാൻസ്. എക്സ്ട്രാ ഷോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അത്യാവശ്യം അങ്ങോട്ട്. പിന്നല്ല 100 കോടിയിൽ തുടങ്ങണം എന്നറില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഇനിയിപ്പോ നിന്നോട് പണിയെടുക്കാൻ പറയാനും വയ്യ. ആകെ ഒരു കഴിയും കൂടി അല്ലേ ഉള്ളൂ. ആണോ? അതല്ലേ നിനക്ക് വിഷമോ? എനിക്ക് വിഷമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു, അതായത് 100 കോടി നേടുന്ന ആദ്യത്തെ ഏപ്പടായിരിക്കും അല്ലേ മലയാളത്തില്? തീർച്ചയായിട്ടും. ഓക്കെ, എല്ലായിടത്തും ഭയങ്കര റെസ്പോൺസ് തന്നെയാണ് കേട്ടോ. കേരളത്തിൽ മാത്രമല്ല, മറ്റുള്ള ലാംഗ്വേജിലൊക്കെ നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ് ഓഡിയൻസിന്റെ മാത്രം ചെറിയ ഒരു മിക്സ് ഇത് വന്നിട്ടുണ്ട്. അവർക്ക് പുഷ്പയൊക്കെ ഇഷ്ടപ്പെടുള്ളൂ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പുഷ്പ സൂപ്പർ അല്ലേ? ഓക്കെ, അടുത്ത കിഴി. DQ നഹാസ് ഇദായത്ത് മൂവി സിനിമയിൽ പ്രിയങ്ക മോഹൻ നായികയായിട്ടെത്തും എന്നുള്ളതാണ്. ഓക്കെ, അഭിനയം വരണേ, എക്സ്പ്രഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരണേ. ഇത് വെറുതെ എങ്ങനെ നിൽക്കും നടി? വായിൽ മൊത്തം ചളിയാ വരുന്നത്. ഞാൻ പിന്നെ ഇനി അതിനകത്ത് ചളി എറിയണ്ടെന്ന് എഴുതിയിട്ട് നിർത്തുക, പറയുന്നില്ല. അല്ല, പറഞ്ഞോ, വേണ്ടേ? അർഹത ഉള്ളത് അവർക്ക്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ആണല്ലേ? പ്രിയങ്ക ഈ ലാസ്റ്റ് അഭിനയിച്ച ഒരുപാട് സിനിമ, ഇപ്പൊ ബ്രദേഴ്സിലൊക്കെ ബ്രദർ, എന്റെ പൊന്നെ എന്തിനാണ് നടി വെറുതെ നിൽക്കുന്നത്? എന്തൊരു രസം, എന്തൊരു ആക്ടിങ് കാണാൻ ഭംഗിയുണ്ട്. അല്ല, മുടിഞ്ഞ ആക്ടിങ് ഭീകരം, ഒരു രക്ഷയില്ല. അതെ, ഇവരെയൊക്കെ വേണം മുഖത്ത് നോക്കി. ശരിക്കും ആക്ടിങ് ഉണ്ട്. എന്താ ആക്ടിങ് അറിയോ? അതായത് മുന്നിൽ വേറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ അഭിനയിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണല്ലേ അഭിനയിക്കേണ്ടത് എന്നുള്ളൊരു ആശ്ചര്യം മുഖത്ത് വരും. പക്ഷെ അത് വരാതെ ഒതുക്കി നിർത്തും. അത് പിടിച്ചു നിർത്താന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള അഭിനയം തന്നെയാണ്. വേറൊരു എക്സ്പ്രഷൻ ആണല്ലോ. അല്ലേ തന്നെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് നടിക്ക് എന്തോ കുഴപ്പം? നല്ല അടിപൊളി ആക്ട്രസ് അല്ലേ? സൂപ്പറാണ്. കണ്ടിന്യൂ. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.